പ്രൊഫസർ ജോർജ്, ഇവിടെ ഇപ്പോൾ കുട്ടികളാണ് എന്ന പരിഗണന ഇത്തരം കേസുകളിലൊക്കെ കോടതിയും കൊടുക്കാറുണ്ട്. അവർക്ക് പരീക്ഷ എഴുതാൻ, ശരിയാണ്, അവരുടെ ഭാവി എന്നുള്ളത് ക്രിമിനലുകളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇത് പക്ഷേ ഈ ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റ് ഇല്ലാത്തത് പലപ്പോഴും, താങ്കൾ തന്നെ നേരത്തെ ചോദിച്ചു ആരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ, റാഗിങ് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന ഒരു ചിന്ത വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വരാൻ കാരണമായിട്ടുണ്ടോ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്? അഭിലാഷ്, ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇതിനേക്കാൾ വളരെ ഹീനമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങളിൽ ഉൾപ്പെട്ടതായ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരാരും തന്നെ നാളിതുവരെ കോളേജുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു പരമമായ യാഥാർത്ഥ്യം കാണണം. ഞാനും അഭിലാഷൻ ഇവിടെ താമസിക്കുന്നതിൻ്റെ മൂക്കിന് താഴെ പിച്ചാത്തി കൊണ്ടും കടാര കൊണ്ടും ഇതുപോലെ ചാപ്പ കുത്തിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തല്ലേ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ, സ്വന്തം സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം നമ്മൾ ചർച്ച ചെയ്തതല്ലേ? അതിൽപ്പെട്ട പ്രതികൾ എന്ത് ശിക്ഷയാണ് കൊടുത്തത്? അവരിപ്പോഴും കോളേജിൽ വിദ്യാർത്ഥികളായി സംഘടനയുടെ നേതാക്കന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷേ. അങ്ങനെ വരുമ്പോൾ ഈ തരം മാതൃകകളാണ് നമ്മുടെ മുൻപിലുള്ളതെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും അവസാനിക്കാൻ പോകുന്നില്ല. അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകളുടെ പട്ടികയിൽ ഒരു കേസ് കൂടായി കിടക്കും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളോടുള്ള ഒരു സൗമനസ്യം കൊണ്ട് കോടതി പോലും ഒരുപക്ഷെ ഈ പറയുന്ന ഈ 5 പേരെ തുടർ പഠനത്തിന് അനുവദിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കേസ് ഏതാണ്ട് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കും. യാതൊരു തരത്തിലുള്ള മാറ്റവും സാമൂഹ്യമായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത അനധിവിദൂരമാണ് എന്നാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.